മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് തീരുമാനം മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളെ ഇന്ന് അറിയിച്ചേക്കും. ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തിയ ശേഷം മതി പ്രഖ്യാപനമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതെ, ജനവികാരം മാനിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ജനവികാരം മാനിക്കണം, വി.ഡി. സതീശൻ തന്നെയാണ് ലീഗിന്റെ മനസ്സിലുള്ളത്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു, പരസ്യമായി പലതവണ പറയുകയും ചെയ്തു. അതോടൊപ്പം ഈ 102 സീറ്റിന്റെ വലിയ വിജയം തന്ന ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയും തർക്കവും ഇങ്ങനെ നീണ്ടുപോകുന്നതിനുള്ള അതൃപ്തിയും ലീഗിനുണ്ട്. അപ്പോൾ 3 പേരുകളിൽ അവർ ഉദ്ദേശിച്ച പേരല്ല, അതായത് വി.ഡി. സതീശനല്ല, മറ്റൊരു പേര് വന്നാലും സംയമനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനായിരിക്കുമോ അതോ പരസ്യ പ്രതിഷേധത്തിലേക്കോ മറ്റോ പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ലീഗിനുള്ളിൽ? ഷിഹാസ്, അങ്ങനെ ഒരു മറിച്ചൊരു തീരുമാനം വന്നാൽ ലീഗിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാവും. കാരണം അത് അതൃപ്തി പ്രകടമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വി.ഡി. സതീശനാണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാക്കുകയും ജനവികാരം മാനിക്കണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ മറിച്ചൊരു തീരുമാനം എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു അനുനയ നീക്കത്തിലൂടെ ലീഗിനെ എങ്ങനെയാണ് ആ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് അവരെ കൂടി ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രം പ്രഖ്യാപനം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കണമെങ്കിൽ ലീഗിനെ കൂടി മുഖവിലക്കെടുക്കണം എന്നുള്ള ഒരു തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഏതായാലും ഇന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വി.ഡി. സതീശനായാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായാലും കെ.സി. വേണുഗോപാലായാലും എന്താണോ തീരുമാനം അതിന്ന് ലീഗിനെ അറിയിക്കും. ലീഗ് മാത്രമല്ല മറ്റ് ഘടകകക്ഷികളെയും അറിയിക്കും. അതിനുശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം എന്നുള്ളതാണ്. വി.ഡി. സതീശനല്ല എങ്കിൽ ലീഗിന്റെ പ്രതികരണം എന്തായിരിക്കും, ലീഗ് അണികളുടെ പ്രതികരണം എന്തായിരിക്കും, ഒപ്പം UDF-ൽ മുഴുവൻ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു തീരുമാനമാണെങ്കിൽ അതിൽ ലീഗിന്റെ പ്രതികരണം മാത്രമല്ല UDF-ന്റെ അണികളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ടെങ്കിലും ലീഗിനെ അറിയിച്ചു മാത്രമേ തീരുമാനമുള്ളൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്.